നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം സങ്കീർത്തനങ്ങൾ 122 അധ്യായം 6 വാക്യം. യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ളവരെ, ലോക സമാധാനം തകർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ദിനങ്ങളിലാണ് നാം ജീവിക്കുന്നത്. വചനം തന്നെ നമ്മളോട് പറയുന്നു, യെരൂശലേമിന്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുവിനെന്ന്. അതുമൂലം നമ്മളെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്നവർ സ്വൈര്യമായിരിക്കട്ടെ എന്ന്. യുദ്ധം ഒരിക്കലും ഒന്നിൻ്റെയും പരിഹാരമല്ല. അത് ഒരിക്കലും ശാശ്വതമായ സമാധാനമോ സന്തോഷമോ നന്മകളോ നമുക്ക് നേടിത്തരികയുമില്ല. പിന്നെയും എന്തേ, ലോകം രൂപം പ്രാപിച്ചതിന് ശേഷം ഇത്രയും നാളുകളേറെ കഴിഞ്ഞിട്ടും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട നിമിഷങ്ങളിലും അല്ലെങ്കിൽ ദിനങ്ങളിൽ നിന്നുമൊക്കെയായിട്ട് ഇപ്പോഴും ലോകസമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ കഴിയാതെ അല്ലെങ്കിൽ സാധിക്കാതെ കിടക്കുന്ന സങ്കീർണമായ മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വചനം തന്നെ പറയുന്നു, നമ്മൾ ജെറുസലേമിൻ്റെ അല്ലെങ്കിൽ യെരൂശലേമിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്ന്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സമാധാനം തിരികെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് യുദ്ധങ്ങളുണ്ടാകും. ഒരുപാട് നിരപരാധികളായ മനുഷ്യർ നശിപ്പിക്കപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടും. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ സമാധാനം തകർക്കാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ച ദിവ്യനാഥന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് വചനത്തെ അതേപടി അനുകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങിയാലോ? ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യെരൂശലേമിനും യെരൂശലേം നിവാസികൾക്കും ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഈ വചനം നമ്മളെ പ്രാപ്തരാക്കട്ടെ. ഈ വചനത്തിന്റെ വഴിയെ നമുക്കും നടന്നു നീങ്ങാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു അത്യാഗ്രഹിയായ കർഷകൻ ഉണ്ടായിരുന്നു. ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന അയാളുടെ പേര് രാമു എന്നായിരുന്നു. ഒരു ദിവസം കച്ചവടത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു പണക്കിഴിയിലേക്ക് 30 സ്വർണ്ണ നാണയങ്ങൾ ചേർത്ത് വെച്ച് അയാൾ യാത്ര തിരിക്കുകയാണ്. എന്നാൽ യാത്രയുടെ പകുതി വഴി പിന്നിട്ടതിന് ശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, തൻ്റെ കയ്യിലുണ്ടായിരുന്ന 30 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയ ആ പണക്കിഴി കാണാനില്ല, തനിക്ക് നഷ്ടമായി എന്നുള്ളത്. അയാൾ വളരെയധികം വിഷമത്തോടു കൂടി തിരികെ നടക്കുകയാണ്. തിരികെയുള്ള അന്വേഷണത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഉറ്റ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നു. ദാമു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തോട് തൻ്റെ വിഷമം പങ്കുവയ്ക്കുന്നു. എൻ്റെ പണക്കിഴി നഷ്ടമായി, എന്നെ കണ്ടുപിടിക്കാൻ സഹായിക്കുമെന്ന്. അങ്ങനെ ദാമുവും വളരെ വിഷമത്തോടു കൂടി തന്നെ ഇയാളോടൊപ്പം നടന്ന് ഈ പണക്കിഴിക്ക് വേണ്ടിയിട്ട് തിരച്ചിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഈ പണക്കിഴി കണ്ടുപിടിക്കുന്നത് ദാമുവാണ്. അത് കണ്ട സന്തോഷത്തിലാകട്ടെ അയാൾ അത് ഓടിച്ചെന്നെടുത്ത് കയ്യിലേക്ക് എടുത്ത് നോക്കുമ്പോൾ അതിലേക്ക് സ്വർണ്ണ നാണയങ്ങളുണ്ട്. പക്ഷേ എണ്ണി നോക്കാനൊന്നും നിന്നില്ല. ആ കിഴി തുറക്കാതെ അതേപടി തന്നെ തൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിലേക്ക്, രാമുവിൻ്റെ കയ്യിലേക്ക് നൽകുകയാണ്. എന്നാൽ ഇത് കണ്ട് ഇയാൾ ഉടനെ അത്യാർത്തിയോടുകൂടി തന്നെ അതിനകത്ത് തൻ്റെ സ്വർണ്ണ നാണയങ്ങൾ അത്രയും ഉണ്ടോ എന്ന് എണ്ണി നോക്കുന്നു. പിന്നീട് 30 സ്വർണ്ണ നാണയങ്ങളും ഉണ്ട് എന്ന് കണ്ടതിന് ശേഷവും അയാൾ തൻ്റെ അത്യാഗ്രഹവും ദുരാഗ്രഹവും കൊണ്ട് ഒരു കള്ളത്തരം പറയുകയാണ്. ആ കള്ളത്തരം അയാളുടെ ജീവിതത്തെ തന്നെ അപ്പാടെ പാഠം പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ മാറ്റിമറിക്കുന്നതുമായിട്ടുള്ള ഒരു വലിയ കള്ളത്തിലേക്ക് പോകുന്നു. എന്തായിരിക്കും എന്നുള്ളതിലേക്ക് നമുക്ക് മടങ്ങി വരാം. കഥയുടെ തുടർഭാഗം നമുക്ക് കേൾക്കാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സൂസൻ. ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? മല്ലപ്പള്ളി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഹസ്ബൻഡും. ഓക്കെ, രണ്ടാളും സുഖമായിട്ടിരിക്കുന്നോ? അവിടെ ദൈവകൃപയാൽ. അവിടെ എന്തുകൊണ്ട് വിശേഷം? വെയിലാണോ? ചൂട് നല്ല ചൂടാല്ലേ? അതെ. അധികമൊന്നും പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ. 10-നും 3-നും ഇടയ്ക്കുള്ള വെയിലൊന്നും അധികം കൊള്ളരുതെന്നാ പറഞ്ഞേക്കുന്നത്. അതെ, ഭയങ്കരമായിട്ടുള്ള ചൂട് കൂടി വരിക. ഓക്കെ ആന്റി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ? ഓക്കെ, അപ്പം സൂസൻ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഇസ്രായേൽ ഗൃഹം യഹോവയോട് അപേക്ഷിച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യം എന്താണ്? അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. സംശയമൊന്നുമില്ല. ഇല്ല. എന്താ ഒരു ഉറപ്പ്. അപ്പൊ ഞാനതങ്ങ് ലോക്ക് ചെയ്തേക്കട്ടെ? ഓക്കെ, ലോക്ക് ചെയ്തേ. അതിന്റെ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, അവർക്ക് ജനത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ? പോകാമല്ലോ. ചോദ്യം ഇങ്ങനെയാണ്,
ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ നിറയുന്നത് ആർക്കാണ്? മനുഷ്യർ കൂട്ടം പോലെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും ഏനല്ലേ? ഓക്കെ ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്, മനുഷ്യരാകുന്ന ആട്ടിൻ കൂട്ടം കൊണ്ട്. അതെ. നമ്മളിപ്പോ 2 ചോദ്യങ്ങൾ പിന്നിട്ടു. ഇനി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ടൊക്കെ പാടാം അല്ലേ? പാടാം. ആവാം, പാടിക്കോളൂ ആന്റി. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ആന്റി ഹലോ. മതിയോ? മതി, നന്നായിട്ട് പാടി. താങ്ക് യു. താങ്ക് യു. അപ്പച്ചൻ കേട്ടോണ്ടിരിക്കുവാണോ? എന്തോ? അങ്കിൾ അടുത്ത് കേട്ടോണ്ടിരിക്കുവാണോ? കേട്ടോണ്ടിരിപ്പുണ്ട്. പാട്ടൊക്കെ കേട്ടപ്പോ സന്തോഷമായി, ഒരു ചിരിയൊക്കെ വന്നോ മുഖത്ത്? വന്നോ? എനിക്കറിയില്ല, ഞാൻ നോക്കിയില്ല. നോക്കിയില്ലോ? ഇതൊക്കെ നോക്കണ്ടേ? ഇതൊക്കെ നോക്കണ്ടേ? വെറുതെ ഇരിക്കുമ്പോ രണ്ടാളും പാട്ടൊക്കെ പാടി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾപ്പിച്ച് സന്തോഷിക്കണം. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിലും 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, യഹോവയുടെ ആത്മാവ് യെഹെസ്കേലിനെ പുറപ്പെടുവിച്ച് നിർത്തിയ താഴ്വരയുടെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇതെന്തോ ഒരു സംശയമില്ല, ഈ ലോഗോസ് ക്വിസിനൊക്കെ ഉത്തരം പറയുന്ന പോലെ പറയുന്നേ. അറിയാവുന്ന. ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, ശരി ഉത്തരമാണ്. താങ്ക് യു. ഓക്കെ, ഉത്തരം ഇങ്ങനെയാണ്, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇനി നമുക്ക് 4ാമത്തെ ഒരു ചോദ്യം കൂടെ ഉള്ളു. അതിനു മുന്നേ ഒരു വചനം കൂടെ പറഞ്ഞാലോ? പറഞ്ഞോളൂ. എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരം അരുളേണമേ. ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. റെഫറൻസ് അറിയോ? ഓർമ്മയുണ്ടോ? സങ്കീർത്തനം 4-ാം അധ്യായം, സങ്കീർത്തനം 4:1. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 1-ാം വാക്യം. വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടി പോകാം. ചോദ്യം ഇതാണ്, യെഹെസ്കേൽ താഴ്വരയിൽ അസ്ഥികളുടെ പ്രത്യേകത എന്തായിരുന്നു? അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതെന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഉണങ്ങിയ അസ്ഥികളായിരുന്നു. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അവ വളരെയധികമായിരുന്നു, അവ ഉണങ്ങിയവയും ആയിരുന്നു. ഇപ്പോ 4 ചോദ്യങ്ങൾക്ക് നമുക്ക് കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സന്തോഷമായില്ലേ? ഓക്കെ, ഇനി വചന സമീക്ഷയിലേക്ക് വിളിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നന്നായിട്ടൊരു പാട്ടൊക്കെ പാടി വചനം പങ്കുവച്ചതിന് താങ്ക് യു കേട്ടോ. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. സൂസൻ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമൊക്കെ പറഞ്ഞു, പാട്ടൊക്കെ പാടി, വചനം പങ്കുവച്ചു. അങ്ങനെ വളരെ മനോഹരമായിട്ട്, അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ച് അമ്മ കോൾ അവസാനിപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും അങ്കിളിനും എല്ലാ പ്രാർത്ഥനകളും നേരുകയാണ്. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. രാമു എന്ന അത്യാഗ്രഹിയായിട്ടുള്ള മനുഷ്യൻ 30 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ആ പണക്കിഴി തൻ്റെ കൂട്ടുകാരനായ ദാമു എടുത്തു കൊടുത്തിട്ടും അയാൾ അത്യാഗ്രഹത്തോടെ അത് നോക്കി 30 സ്വർണ്ണ നാണയങ്ങളും ഉണ്ടെന്ന് തിട്ടപ്പെടുത്തിയിട്ടും തിരിച്ചിങ്ങനെ പറയുന്നു, അല്ലയോ ദാമു, എൻ്റെ പണക്കിഴിയിൽ 40 സ്വർണ്ണ നാണയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ 30 സ്വർണ്ണ നാണയങ്ങൾ മാത്രമേ ഉള്ളൂ. 10 എണ്ണം നീ എടുത്തോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിസ്സഹായനായിട്ടുള്ള എന്നാൽ ഈ പാവപ്പെട്ട മനുഷ്യൻ തിരിച്ചു പറയുന്നു, നിനക്ക് തെറ്റ് പറ്റിയതായിരിക്കും, ഞാനത് തുറന്നു പോലും നോക്കിയിട്ടില്ല, അതിനകത്ത് എന്താണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല, പണക്കിഴി കണ്ടപ്പോൾ നിൻ്റേതായിരിക്കും എന്ന് കരുതി എടുത്തു എന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ ഈ രാമു വീണ്ടും പറയുന്നു, അല്ല നീ കള്ളം പറയുകയാണ്, എന്നെ നീ കബളിപ്പിക്കുകയാണ്, എന്നെ പറ്റിക്കുകയാണ്. ഇതിൽ 40 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ 30 ഉള്ളൂ, ഇതിൽ 10 നീ എടുത്ത് ഒളിപ്പിച്ചു. അത് തന്നെയാണ് നടന്നത്. വരൂ നമുക്ക് രാജാവിൻ്റെ അടുത്തേക്ക് പോകാം, എനിക്കിതിന് നീതി കിട്ടിയേ പറ്റൂ എന്ന് തന്നെ ദുശ്ശാഠ്യം പിടിച്ചുകൊണ്ട് രാമു പോവുകയാണ്. ഇത് കേട്ട് വളരെയധികം ഭയത്തോടുകൂടി പേടിയോടുകൂടി തന്നെ ഈ കൂട്ടുകാരനും അയാളെ അനുഗമിക്കുന്നു. അങ്ങനെ രണ്ടുപേരും രാജകൊട്ടാരത്തിലേക്ക് എത്തുന്നു. രണ്ടുപേരും വാദപ്രതിവാദങ്ങളൊക്കെയും രാജാവിനോട് പറയുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം രാജാവ് ഒരു നിമിഷം മൗനമായി ചിന്തയിൽ ആഴ്ന്നു പോകുന്നു. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങളുടെ പണക്കിഴിയിൽ 30 സ്വർണ്ണ നാണയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണോ? അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഞാൻ എണ്ണിക്കരുതി വെച്ചതാണ്, എൻ്റെ ആവശ്യത്തിന് വേണ്ടി, യാത്രയുടെ ആവശ്യത്തിന് വേണ്ടി, കച്ചവട ആവശ്യത്തിന് വേണ്ടി ഞാൻ കരുതി വെച്ചതാണ്, എനിക്കൊരിക്കലും തെറ്റില്ല, 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ഉടനെ തന്നെ രാജാവ് ദാമുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ കൂട്ടുകാരനെ സഹായിക്കാനാണല്ലോ ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഇറങ്ങിയത്, ഇത് കയ്യിൽ തടഞ്ഞ നിമിഷം നിങ്ങൾ ഇത് തുറന്നു നോക്കിയിരുന്നോ? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇല്ല, ഞാനിത് കണ്ട നിമിഷം തന്നെ എൻ്റെ കൂട്ടുകാരനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ രാജാവ് വീണ്ടും ചോദിക്കുന്നു, നിങ്ങളത് കണ്ടു, പക്ഷെ അത് തുറന്നു നോക്കിയിട്ടില്ല, അതിൽ നിന്ന് ഒരു നാണയം പോലും എടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു, ശരിയല്ലേ? അപ്പോൾ അദ്ദേഹം പറയുന്നു, അതെ. അങ്ങനെ രാജാവ് തൻ്റെ അവസാനത്തെ വിധി പ്രഖ്യാപിക്കുകയാണ്. എന്തായിരിക്കും വിധി എന്നുള്ളതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമുക്ക് രണ്ടാമത്തെ കളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ് ഫ്രം കോട്ടയം. കോട്ടയത്ത് നിന്ന് സാറാമ്മ ആന്റിയാണല്ലേ? അതെ അതെ. ആന്റി സുഖമായിട്ടിരിക്കുന്നോ? കൃപയാല് ദൈവകൃപയായിരിക്കുന്നു. ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ ആരുമില്ല മോനെ, ഞാൻ മാത്രമേ ഉള്ളൂ. മോൻ ജോലിക്ക് പോയി, പിന്നെ കൊച്ചുമക്കള് പരീക്ഷ പോയി. ഓക്കെ. അവിടെ എങ്ങനെ? കോട്ടയത്ത് നല്ല ചൂടുണ്ട്, ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഭയങ്കര ചൂടാ. എന്റെ മോനെ സഹിക്കാൻ പറ്റുന്നില്ല. ഞാന് രാവിലെ മുതല് പുറത്ത് മുറ്റത്ത് കസേര ഇട്ടിരിക്കായിരുന്നു. 2 മണിയായി കഴിഞ്ഞ ഇവിടെ അകത്ത് കയറി വന്ന് TV വെച്ചപ്പോഴാ ഇത് കണ്ടത്. ഓ, അങ്ങനെ ഇച്ചിരി കാറ്റ് കൊള്ളാൻ വേണ്ടിയാ പുറത്തിറങ്ങിയിരുന്നല്ലേ? പുറത്ത് ഇച്ചിരി പണിയൊക്കെ ഉണ്ടായിരുന്നു. ആ കൂടെ പിന്നെ കസേര ഇട്ട് പുറത്തങ്ങിരുന്നു. അങ്ങനെ അങ്ങ് ഇരുന്നു. അപ്പൊ ആന്റി തീർച്ചയായിട്ടും വിളിച്ചതിൽ സന്തോഷം. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? എന്തെന്നാ ആയിക്കോട്ടെ. ബൈബിൾ വായനയൊക്കെ നന്നായിട്ട് നടക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് അതേ ഉള്ളൂ, അതേ ശരണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, താഴ്വരയിലെത്തിയ എഹെസ്കേലിനോട് യഹോവ ചോദിച്ചത് എന്താണ്? എന്ത് മറുപടിയാണ് പ്രവാചകൻ നൽകിയത്? ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് യഹോവ ചോദിച്ചു. അതിന് ഉത്തരം പറഞ്ഞത്, യഹോവയായ കർത്താവെ അവിടുന്ന് അറിയുന്നുവല്ലോ. ഭയങ്കര ക്ലിയർ ആണല്ലോ, ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഉത്തരം. താങ്ക് യു. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മോനെ. ഉത്തരം ഇങ്ങനെയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഇങ്ങനെ, യഹോവയായ ദൈവമേ നീ അറിയുന്നു. ചോദ്യവും ഉത്തരവും കൂടി വലിയൊരു ആൻസർ ആയിട്ട് വന്നു. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറിയാലോ ആന്റി? ആയിക്കോട്ടെ മോനെ. ചോദ്യം ഇതാണ്, യെഹെസ്കേൽ ഈ ഉണങ്ങിയ അസ്ഥികളോട് പ്രവചിച്ചു പറയേണ്ടത് എന്തായിരുന്നു? ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്ക് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. അല്പ വെളിച്ചക്കുറവുണ്ട് ഇവിടെ, ലൈറ്റ് ഇട്ടിട്ടേ. അങ്ങനെ. പക്ഷെ ശരി ഉത്തരമാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. ഉത്തരം ഇങ്ങനെയാണ്, നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്ക് കൊണ്ട് പൊതിയും, നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം അയക്കും. നമുക്ക് എന്നാ പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. പക്ഷെ അതിനു മുൻപായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടില്ലേ? ആയിക്കോട്ടെ. പാടിക്കോളൂ ആന്റി. ഖേദിക്കേണ്ട ആത്മാവേ യേശുണ്ട് സമീപേ, കടൽ തീര ഉയർന്നാലും കാർമേഘ ഉയർന്നാലും പേടിക്കേണ്ട ആത്മാവേ യേശുണ്ട് സമീപേ,
ദുഃഖം ദീന ആകിലും മൃത്യു തന്നെ ആകിലും നല്ല ഈടനേശുണ്ട് തല്ലിയാഴും ഖേദിക്കേണ്ട ആത്മാവേ യേശുണ്ട് സമീപേ സ്വർഗം നിത്യഭവനം ഇല്ല വീടെ സഹനം ഖേദിക്കേണ്ട ആത്മാവേ യേശുണ്ട് സ്വാമി. ഹലോ ആ മോനെ. ആ ആന്റി, നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പാട്ട് പാടത്തില്ലേ? വീട്ടിലെ അമ്മമാരൊക്കെ പാടിത്തരത്തില്ലേ? അങ്ങനെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ. നമ്മൾ ഇങ്ങനെ അങ്ങ് ഇരുന്നു പോയി. പ്രാർത്ഥനയ്ക്ക്, സന്ധ്യപ്രാർത്ഥനയ്ക്കൊക്കെ പാടുന്ന പോലെ. ഇത് ഞങ്ങളുടെ ആരാധനക്രമത്തില് ഞങ്ങൾ പാടുന്നൊരു പാട്ടാ. പാടുന്ന അല്ലേ? നല്ല രസമായിട്ട് പാടി കേട്ടോ. ഒരു അമ്മയുടെ സ്നേഹമൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക് യു മോനെ. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇതേ സന്തോഷത്തിൽ അങ്ങ് പോയാലോ? പിന്നെന്താ? ഓക്കെ, ചലിക്കാം. അപ്പോ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. യഹോവ കൽപ്പിച്ചതുപോലെ യെഹെസ്കേൽ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു മുഴക്കം കേട്ടു. ഉടനെ ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് വന്ന് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അതിന്മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞതും കണ്ടു. വളരെ ശരി ഉത്തരമാണ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ്. അത് ഇച്ചിരി എനിക്കൊന്ന് ഇച്ചിരി അത്യാവശ്യം 2-3 സെന്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര നന്നായിട്ട് പറഞ്ഞു കേട്ടോ. എനിക്കിവിടെ ഇച്ചിരി വെളിച്ചത്തിന്റെ പ്രശ്നമുണ്ട്. എന്റെ ലൈറ്റ് അത്ര. അത് പ്രശ്നമില്ല. നമുക്ക് കറണ്ട് ഒക്കെ ആർട്ടിഫിഷ്യൽ അല്ലേ, അല്ലാണ്ട് ദൈവം എല്ലാം പറഞ്ഞു തരുമല്ലേ. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്. ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് ചേർന്നു, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു, അവയുടെ മേൽ ത്വക്ക് പൊതിയുകയും ചെയ്തു. ഇനി നമുക്ക് ഒരൊറ്റ ചോദ്യം അവശേഷിക്കുന്നുള്ളൂ, പക്ഷെ അതിന് മുൻപായിട്ട് ഒരു വചനം കൂടി പങ്കുവെക്കാവോ? ആയിക്കോട്ടെ. പറഞ്ഞോളൂ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. കോരഹപുത്രന്മാരുടെ 84 സങ്കീർത്തനത്തിലെ 4-ാം വാക്യമാണ്. 4-ാം വാക്യം എല്ലാം ഭയങ്കര ഷാർപ്പാണ്. അവര് ആ കോരഹപുത്രന്മാര് പറഞ്ഞിരിക്കുന്നത് ദേവാലയത്തിൽ വസിക്കുന്നവര് ഭാഗ്യവാന്മാരെന്നാ. അപ്പൊ ഞാന് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഓരോരോ ആത്മീയമായിട്ടുള്ള അടുപ്പങ്ങളും ആത്മീയമായിട്ടുള്ള ഇടപെടലുകളും വരുമ്പോൾ ആ നിത്യം സ്തുതിക്കാനുള്ള ഒരു നമ്മുടെ ജീവിതമായിട്ട് കണക്റ്റഡ് ആയിട്ട് കോരഹപുത്രന്മാർ അവരുടെ ജീവിതത്തിൽ പറഞ്ഞത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രായോഗികമാക്കാം. അതെ അതെ, ഞാൻ ഒരു വചനം ചോദിച്ചപ്പോ വിത്ത് എക്സ്പ്ലനേഷൻ ആൻസർ കിട്ടിയത്. വളരെ സന്തോഷം കേട്ടോ. ആയിക്കോട്ടെ മോനെ, നിങ്ങളെ കാണുന്നതും നിങ്ങളെ കേൾക്കുന്നതും ഒക്കെ. ഞാനിന്ന് വളരെ ക്ഷീണിച്ചൊക്കെ ഇവിടെ വന്നിരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പൊ ചുമ്മാ TV ഒന്ന് ഓൺ ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. ഇപ്പൊ 1 മാസമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എവിടായിരുന്നു? ഞാൻ എന്റെ മോള് സുഖമില്ലാതെ ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞ് പോയത് കാണാൻ ജസ്റ്റ് ഒന്ന് പോയത്. അവിടെ ചെന്നപ്പോഴ് പിന്നെ അവിടെ നിൽക്കേണ്ടി വന്നു. ഓൾമോസ്റ്റ് 1 മന്ത് അവിടെ തന്നെ കഴിഞ്ഞു. ഓക്കെ. ഇപ്പൊ എന്തായാലും ദൈവകൃപയിൽ എല്ലാം മനോഹരമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്ന നമ്മുടെ വചന സമീക്ഷ കുടുംബം എത്രയോ ശ്രേഷ്ഠമായിട്ട്, പ്രത്യേകിച്ച് ഒരുപാട് കുഞ്ഞു പിള്ളേരെ അറ്റൻഡ് ചെയ്യുന്നത് കേൾക്കാം. പ്രായമായ അമ്മച്ചിമാർ, ആന്റിമാരെല്ലാം ഉണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, യൗവനക്കാരുണ്ട്. ഇത്രയും നല്ലതായിട്ടൊരു പ്രോഗ്രാം വേറെ ഒരു ചാനലിലും ഇല്ല മോനെ. അതെ അതെ അതെ, ഞാൻ എല്ലാ ക്രിസ്ത്യൻ ചാനലിലും വെക്കാറുണ്ട്. സന്തോഷം കേട്ടോ. ഓക്കെ, 4-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുവാണേ. 4-ാമത്തെ ചോദ്യം ഇതാണ്. അസ്ഥിയോട് ചേർന്നു, ഞരമ്പും മാംസവും വന്നു, ത്വക്ക് പൊതിഞ്ഞു, എന്നാൽ അവയിൽ ഇല്ലാതിരുന്നത് എന്തായിരുന്നു? അവയിൽ ശ്വാസമില്ലായിരുന്നു. വളരെ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇങ്ങനെയാണ്, ശ്വാസം ഇല്ലായിരുന്നു. അപ്പോൾ 4 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ പാട്ടുപാടി വചനമൊക്കെ പങ്കുവച്ചു. ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക.
തീർച്ചയായിട്ടും ഓക്കെ. ഒരു വലിയ ഹെൽപ്പാ. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഒരു ബലവാ നമുക്ക്. അതെ അതെ, താങ്ക് യു. ആയിക്കോട്ടെ മോനെ. സാറാമ്മ ആന്റിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. നന്നായിട്ട് പാട്ടൊക്കെ പാടി ഒരു ധ്യാനത്തിന്റെ ചെറിയൊരു ഇതിലോട്ടൊക്കെ നമ്മളും വന്നു, ഒരു അരൂപിയിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ആന്റിക്കും ആന്റിയുടെ കുടുംബത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. രാജാവ് രാമുവിനോട് ഇപ്രകാരം പറയുകയാണ്: നിങ്ങളുടെ പണക്കിഴിയിൽ 40 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിലവിലുള്ള പണക്കിഴിയിൽ 30 സ്വർണ്ണ നാണയങ്ങളേ ഉള്ളൂ എന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നത് അല്ലേ? ഇത് കേട്ട് രാമു പറയുന്നു, അതെ, അങ്ങനെയാണ് തിരുമനസ്സേ. രാജാവ് ഉടനടി തന്നെ ഇങ്ങനെ പറയുന്നു, എന്നാൽ താങ്കളുടെ കയ്യിലിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പണക്കിഴി ആയിരിക്കില്ല. നിങ്ങളുടെ ഇതിൽ 40 ഉള്ളത്, ഇതിൽ 30 ഉള്ളൂ. ഇത് മറ്റാരുടെയോ പണക്കിഴിയാണ്. അങ്ങനെയെങ്കിൽ ഇത് കണ്ടുപിടിച്ച ദാമു എന്ന ഈ മനുഷ്യനാണ് ഈ പണക്കിഴി അർഹതപ്പെട്ടത്. താങ്കളുടെ പണക്കിഴി മറ്റെവിടെയോ വീണുപോയി, താങ്കളുടെ കയ്യിൽ നിന്നും മറ്റെവിടെയോ അത് നഷ്ടപ്പെട്ടു പോയി. 40 സ്വർണ്ണ നാണയങ്ങളുള്ള പണക്കിഴി ഒരിക്കൽ കൂടി താങ്കൾ ചെന്ന് അന്വേഷിക്കൂ. ഇത് താങ്കളുടെ സുഹൃത്തിന് കൈമാറൂ, കാരണം ഇത് നിങ്ങളുടേതല്ല എന്ന് പറയുകയാണ്. ഇത് കേട്ട് അത്യാഗ്രഹിയായിട്ടുള്ള കർഷകനായിട്ടുള്ള രാമു തനിക്ക് പറ്റിയ അമളിയെ ഓർത്ത് വളരെയധികം ദുഃഖിക്കുകയാണ്. തൻ്റെ കയ്യിലേക്ക് മടങ്ങിയെത്തിയ തൻ്റെ നാണയങ്ങളെ, അല്ലെങ്കിൽ 30 സ്വർണ്ണ നാണയങ്ങളെ അത്യാഗ്രഹം കൊണ്ട് 40 എന്ന സംഖ്യയിലേക്ക് ഉയർത്തിയപ്പോഴും ലവലേശം കുറ്റബോധമില്ലാതെ തൻ്റെ സുഹൃത്തിനെ പറ്റിക്കാൻ, ചതിക്കാൻ അയാൾ ഒരുങ്ങിയപ്പോഴും അയാൾക്ക് അതിൻ്റെ പ്രതിവിധി അല്ലെങ്കിൽ അതിനുശേഷമുള്ള ലഭിക്കുന്ന മറുപടി എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി അറിവില്ലായിരുന്നു. ഇവിടെ രാജാവിൻ്റെ ഇടപെടൽ മൂലം ഈ ദാമു എന്ന മനുഷ്യന് ആ 30 സ്വർണ്ണ നാണയങ്ങളുടെ പണക്കിഴി കിട്ടുകയാണ്. അയാളാകട്ടെ ആ 30 സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന പണക്കിഴി തനിക്ക് സമ്മാനമായി ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് അത് ഏറ്റുവാങ്ങി രാജാവിനെ തൊഴുതു വണങ്ങിക്കൊണ്ട് മടങ്ങിപ്പോകുന്നു. അയാൾക്ക് പിറകെ അത്യാഗ്രഹിയായ രാമു ആകട്ടെ വളരെയധികം ദുഃഖത്തോടുകൂടി, വേദനയോടുകൂടി തൻ്റെ പിടിപ്പുകേട് കൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ സമ്പത്തിനെ ഓർത്ത് വിലപിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നു. ഇത് നോക്കി നിന്ന രാജാവാകട്ടെ ഒരു പുഞ്ചിരിയോടെ ദാമുവിനെ നോക്കുകയും ഒരു പുച്ഛത്തോടെ രാമുവിനോട് മുഖം തിരിക്കുകയും ചെയ്തുകൊണ്ട് തൻ്റെ സിംഹാസനത്തിലേക്ക് മടങ്ങുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, കഥയുടെ സാരാംശത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി അവസാനത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, ഞാൻ കോട്ടയത്തു നിന്നും പാമ്പാടിയിലുള്ള ഏലിയ മറീസ് ആണ് വിളിക്കുന്നത്. ഏലിയം ആന്റി അല്ലേ? അതെ. ഓക്കെ, കോട്ടയത്താണ്. കോട്ടയം പാമ്പാടി എന്ന് പറയുന്നത്. കോട്ടയം പാമ്പാടി കേട്ടിട്ടുണ്ട്. ആന്റിയുടെ വീട്ടില് ഇപ്പൊ ആരൊക്കെയുണ്ട്? ഭർത്താവുണ്ട്, മോനുണ്ട്. ഇന്ന് കോയമ്പത്തൂരിൽ നിന്ന് കൊച്ചുമോൻ വന്നിട്ടുണ്ട്. അവന് അവിടെ കാരണിയാൽ എഞ്ചിനീയറിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ കൊച്ചുമോനെ കണ്ടതിലുള്ള സന്തോഷമൊക്കെ ഉണ്ടാവും. സന്തോഷം അതിന്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുക. അങ്ങനെ സന്തോഷിക്കാൻ പറ്റുമോ ഈ ലോകത്തിൽ? അതും ശരിയാ. കോട്ടയത്ത് ഇപ്പൊ നല്ല ചൂടാണോ, മഴയുണ്ടോ? ഭയങ്കര ചൂട്, മഴയില്ല, ഒന്നും പറയണ്ട, മുഴുവൻ ചൂടാ അല്ലേ? ഭയങ്കര ചൂട്. ഓക്കെ, നമുക്ക് ആ ചൂടിന്റെ ഇടയിൽ ഇച്ചിരി നേരം ബൈബിൾ വചനം കൊണ്ട് തണുക്കാം. തണുക്കാം. അപ്പൊ തണുപ്പിന്റെ ഏറ്റവും വലിയ തണല്. അതെ, അപ്പം ആ തണലിലോട്ട് ആ തണുക്കാനുള്ള ഒന്നാമത്തെ ഒരു ഗുളിക അങ്ങോട്ട് തരട്ടെ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണേ: പുനഃസ്ഥാപിച്ച ശരീരങ്ങളിൽ ശ്വാസം എങ്ങനെയാണ് ഉണ്ടായത്? ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നികതന്മാർ ജീവിക്കേണ്ടത് അവരുടെ മേൽ ഊതുക, ഊതിക്കൊണ്ട്. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഒരു സംശയം ഇല്ലാണ്ട് ഉത്തരം പറഞ്ഞു കേട്ടോ, സന്തോഷം. അതെ, ഉത്തരം ഇങ്ങനെയാണ്: ശ്വാസം 4 കാതുകളിൽ നിന്നും വന്ന് അവരുടെ മേൽ ഊതിയപ്പോൾ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കയറാം. യെഹസ്കേൽ കാനിനോട് പ്രവചിച്ച് അവരുടെ മേൽ ഊതിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. ഏറ്റവും വലിയ സൈന്യമായിട്ട് ഉയർന്നു. ലോക്ക് ചെയ്യട്ടെ? ലോക്ക് ചെയ്തു. ഇനി ഓടത്തില്ല, ഇനി മണിക്കൂട്ടി ഓടത്തില്ല, നിർത്തി ഇവിടെ വെച്ച് സ്റ്റോപ്പ് വാച്ചാ. ഓക്കെ, ശരിയൊക്കെ വരുന്നുണ്ട് അല്ലേ? ശരി ഉത്തരവാ. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: നിഹതന്മാർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഒത്തിരി ചിരി. ആ ചിരി ആയുസ് കൂട്ടുന്നു. അപ്പൊ നല്ലയാ, ചിരിച്ചോ ഒത്തിരി. ഉള്ളത് മതി. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പാട്ട് പാടിയാലോ?
തന്നെ ഒരു പാട്ട് പാടാം. അതന്നെ മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചിരുന്ന ഊഹിച്ചു വെച്ചിരുന്ന ആ പാട്ടെങ്ങ് പോരട്ടെ. ഇപ്പൊ ഞാൻ എടുത്തത് പാടട്ടെ? ആ പാടിക്കോളൂ ആന്റി. ശുദ്ധാത്മാവേ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനോതുക ജീവരായ ജീവനാളമായി എരിഞ്ഞു തീരുവാൻ, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. പാവം നീതി ബോധം വിശാവഭൂമിൽ ചെണ്ടക്കോസിൽ വന്നരാവിലെ. ജീവനോതുക ജീവരായ ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. സ്തോത്രം, നന്നായിട്ട് പാടി. കുറച്ച് എനിക്ക് പനിയായിട്ട് തുടങ്ങിയിട്ട് 5-6 മാസം എന്ത് ചെയ്താ പനി പോകുന്നില്ല, പനി ചുമയും. അത് ഈ കാലാവസ്ഥയുടെയും പിന്നെ നമ്മുടെ ബോഡി അതിന്റെ ഒക്കെ ഇതനുസരിച്ചാ, കുഴപ്പമില്ല. എന്നാന്ന് അറിയത്തില്ല. ശരി, എന്നാ ഓക്കെ, മാറിക്കോളും, കുഴപ്പമില്ല കേട്ടോ. പ്രാർത്ഥിക്കാം. ഈ പാട്ട് തന്നെ, ജീവൻ പോകുന്ന പാട്ട് തന്നെ പാടാന്ന് വെച്ചു. അത് തന്നെ പാടാന്ന് വെച്ചു. അത് ദൈവമായിട്ട് മനസ്സിൽ തരുന്നേ ആ പാട്ട്. അതെ, നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: ഈ അസ്ഥികൾ ആരെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഇസ്രായേൽ ഗ്രഹമൊക്കെയും ആകുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, എനിക്ക് തന്നെ സംശയമാവുന്നത്, ഇതെങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊക്കെ പറയുന്നേ? നോക്കി നമ്മൾ വായിച്ചല്ലേ പറയുന്നത്. അതെ, അത് ശരിയാ, ശരിയാ ശരിയാ ശരിയാ. ഓർമ്മശക്തി ഇച്ചിരി കൂടുതലല്ലേ? ഒന്നുമില്ല, ഈ ഓർമ്മ ഒത്തിരി കുറവാണ്. ഉത്തരം ഇങ്ങനെ കേട്ടോ, അതുകൊണ്ട് ദൈവം തരുന്നു. അതെ, ഉത്തരം ഇങ്ങനെ: ഇസ്രായേൽ ഗ്രഹം മുഴുവനും ആകുന്നു. അതെ, നമുക്ക് 4ാമത്തെ ചോദ്യം കൂടെ ചോദിച്ചിട്ട് ഒരു വചനം കൂടെ പറഞ്ഞ് നിർത്താം. ചോദ്യം ഇങ്ങനാണ്: ഇസ്രായേൽ ഗ്രഹത്തിന്റെ എന്ത് പരാതിയിന്മേലാണ് യഹോവ ഈ ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിച്ചത്? അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, അവർ തീരെ മുടിഞ്ഞിരിക്കുന്നു, അസ്ഥി ഉണങ്ങിപ്പോയി എന്നുള്ള പരാതി. അതെ, ശരി ഉത്തരമാണ്. നമ്മുടെയൊക്കെ പരാതി പോലെ ഉള്ളതായതുകൊണ്ട് അത് ശരിയാണ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ നിശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ആ, ബൈബിള് മാറുമ്പോഴുള്ള പ്രശ്നം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ 4 ചോദ്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. വലിയ കൺഗ്രാറ്റുലേഷൻ. നമുക്കൊരു വചനം കൂടെ പങ്കുവച്ചാലോ? ഓക്കെ, പറഞ്ഞോളൂ. 34 സങ്കീർത്തനം 2-ാം വാക്യം പറയുന്നേ: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. എന്റെ ഉള്ളം യഹോവയെ പ്രശംസിക്കുന്നു. ഓക്കെ ആന്റി, താങ്ക് യു കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു ആന്റി. താങ്ക് യു. ഏലിയം ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. വളരെ എന്താ പറയുക, വളരെ സന്തോഷത്തോടു കൂടി നമ്മളോട് സംസാരിച്ചു. അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, വചനമൊക്കെ പറഞ്ഞു, പാട്ടൊക്കെ പാടി. അങ്ങനെ ഭയങ്കര സന്തോഷകരമായിട്ടുള്ളൊരു കോളായിരുന്നു. അപ്പോൾ ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിന് കൊച്ചുമകനൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനാശംസകളും നേരുന്നു. നമുക്ക് നമ്മുടെ കഥയുടെ സാരാംശത്തിലേക്ക് അല്ലെങ്കിൽ അവസാനത്തിലേക്കും നമ്മുടെ അധ്യായത്തിൻ്റെ അവസാനത്തിലേക്കും കടക്കാം. നമ്മുടെ ഒരു കഥ അവസാനിച്ചത് രാജാവ് ആ സിംഹാസനത്തിൽ തിരിച്ചു വന്ന് ഇരിക്കുന്നതോടുകൂടിയായിരുന്നു. ഇവിടെ സത്യസന്ധതയും നിഷ്കളങ്കതയും ജീവിതത്തിന്റെ മുതൽക്കൂട്ടായി മുന്നോട്ടെടുക്കുവാനും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹായിക്കുവാനും അവരോട് പക്ഷം ചേരുവാനും പാവങ്ങളോട് കരുണ കാട്ടുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. മറിച്ച് രാമുവിനെ പോലെയല്ല, പിന്നെയോ ദാമുവിനെ പോലെ നീതി നിഷ്ഠരായിട്ട് ഹൃദയ നിഷ്കളങ്കതയുള്ളവരായി നമുക്കും ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കഥ അതിനൊരു കാരണമായി തീരട്ടെ. വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.